ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ മനുഷ്യന്മാരുടെ ലോക്കോമോഷൻ്റെയും മൂവ്മെൻറ്റൊക്കെ പ്രത്യേകത പഠിച്ചു അല്ലേ. ഇനി പഠിക്കാനുള്ളത് ഡു പ്ലാന്റ്സ് മൂവ്, അതായത് പ്ലാന്റ്സിനും ഇതുപോലെ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ്സ് ഒരു പ്ലേസിൽ നിന്ന് മറ്റു പ്ലേസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ കൂടി ദേ ആർ ഗ്രോയിങ് അല്ലേ, അവർ വളരുന്നുണ്ട്, അവരുടെ റൂട്ട്സ് ഗ്രോ ചെയ്യുന്നുണ്ട്, അവരുടെ സ്റ്റെം ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സിനും ചില മൂവ്മെൻറ്റ്സ് ഒക്കെ പോസിബിൾ ആണല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാന്റ്സ് എക്സിബിറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ റെസ്പോൺസ് ടു വേരിയസ് സ്റ്റിമുലൈ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിമുലൈ ആർ ദർ. സ്റ്റിമുലൈ മീൻസ് നമുക്കൊരു ചേഞ്ചിന് കാരണമാകുന്ന ഒരു പ്രേരക വസ്തു അല്ലേ, ആ ഭാഗത്തേക്ക് ചേഞ്ച് ചെയ്യാൻ കാരണമാകുന്ന ഒരു പ്രേരക വസ്തു നമ്മളെന്ന് വിളിക്കുക, സ്റ്റിമുലൈ എന്ന് വിളിക്കാം. സോ പ്ലാന്റ്സ് എക്സിബിറ്റ് മൂവ്മെൻറ്റ് ഇൻ റെസ്പോൺസ് ടു വേരിയസ് സ്റ്റിമുലസ്. ഓരോ സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആയിട്ടാണ് പ്ലാന്റ്സ് മൂവ് ചെയ്യാറുള്ളത്. ഏതൊക്കെയാണ് സ്റ്റിമുലസ്? ലൈറ്റ്, ഗ്രാവിറ്റി, വാട്ടർ, ടച്ച്, കെമിക്കൽസ് എക്സെട്ര. അപ്പോൾ ലൈറ്റ്, ഗ്രാവിറ്റി, വാട്ടർ, ടച്ച്, അതുപോലെ തന്നെ കെമിക്കൽസ് എന്ന് പറയുന്ന ഇത്രയും സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളത്. ദെൻ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ഓരോ സ്റ്റിമുലസ് മാറുന്നതിനനുസരിച്ച് ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പേര് നമ്മൾ മാറും. പിന്നെ പറയാനുള്ളത് ട്രോപ്പിസമാണ്, ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്. അതായത് ഈ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്തിട്ട് പ്ലാന്റ് മൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കാം? ട്രോപ്പിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രോപ്പിസം എന്ന് വിളിക്കുക. അപ്പോൾ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാം, അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റിന് നമ്മൾ എന്ത് വിളിക്കും? ട്രോപ്പിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രോപ്പിസം എന്ന് വിളിക്കും. പിന്നെ ബാക്കി 5 ടൈപ്പ് സ്റ്റിമുലസ് മാറുന്നതിനനുസരിച്ച് മൂവ്മെൻറ്റിൻ്റെ പേരും മാറുന്നുണ്ട്. ദേ ആർ മെയിൻലി ഫോട്ടോട്രോപ്പിക് മൂവ്മെൻറ്റ്, പിന്നെ കീമോട്രോപ്പിക് മൂവ്മെൻറ്റ്, ദെൻ ജിയോട്രോപ്പിക് മൂവ്മെൻറ്റ്, ഹാപ്റ്റോട്രോപ്പിക് മൂവ്മെൻറ്റ് ആൻഡ് ഹൈഡ്രോട്രോപ്പിക് മൂവ്മെൻറ്റ്. അല്ലെങ്കിൽ ഫോട്ടോട്രോപ്പിസം, ദെൻ ജിയോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം, കീമോട്രോപ്പിസം ആൻഡ് ഫൈനലി ഹൈഡ്രോട്രോപ്പിസം. അപ്പോൾ 5 ടൈപ്സ് ഓഫ് ട്രോപ്പിക് മൂവ്മെൻറ്റ് ആർ ദർ ഇൻ പ്ലാന്റ്സ്. ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ, ലൈറ്റിൻ്റെ ഭാഗത്തേക്കുള്ള പ്ലാന്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ് ആണ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ. സോ ഫോട്ടോട്രോപ്പിസം മീൻസ് മെയിൻലി പ്ലാന്റ് ഈസ് റെസ്പോണ്ട് ടുവേർഡ്സ് ദി ലൈറ്റ്. ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ ലൈറ്റുള്ള ഭാഗത്തേക്ക് പ്ലാന്റ് മൂവ് ചെയ്യുന്നതാണ് ഫോട്ടോട്രോപ്പിസം അല്ലേ. പിക്ചറിലേക്ക് നോക്കും, ഒരു സൂര്യൻ്റെ ഭാഗത്തേക്ക് ആ പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ അല്ലെങ്കിൽ സ്റ്റെമ്മൊക്കെ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ സ്റ്റെം ഗ്രോസ് ടുവേർഡ്സ് ദി ലൈറ്റ്, ദാറ്റ് ഈസ് ഫോട്ടോട്രോപ്പിക് മൂവ്മെൻറ്റ്. ആൻഡ് ദെൻ റൂട്ട് ഗ്രോസ് എവേ ഫ്രം ദി ലൈറ്റ്. സോ ആ റൂട്ടിന് അവിടെ ഉള്ളതൊരു നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസ് ആണ്. അപ്പോൾ സ്റ്റെമ്മിന് അവിടെ ഉള്ളതൊരു പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റൂട്ടിനുള്ളതൊരു നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസ് ആണ്. സോ ദർ ആർ മെയിൻലി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ട്രോപ്പിക് മൂവ്മെൻറ്റ്. അത് ആ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ പോസിറ്റീവാണ്, അതിൽ നിന്ന് എവേ ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിരിക്കും. ദെൻ കം ടു ദി ജിയോട്രോപ്പിസം. ജിയോ മീൻസ് എർത്ത് അല്ലേ. സോ ജിയോട്രോപ്പിസം മീൻസ് എർത്തിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് മൂവ് ചെയ്യുന്നതാണ് എന്ത്? ജിയോട്രോപ്പിസം. ദെൻ സ്റ്റെം ഗ്രോ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. നമുക്കറിയാം സ്റ്റെം ഒരിക്കലും മണ്ണിലേക്കല്ല അല്ലേ, സ്റ്റെം അതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കുന്നത് അല്ലേ. സോ സ്റ്റെം ഗ്രോസ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. സോ സ്റ്റെം ഷോസ് ഹിയർ എ നെഗറ്റീവ് ജിയോട്രോപ്പിക് മൂവ്മെൻറ്റ്. Then root grow towards gravity. Here roots are showing positive geotropism. Okay. Then comes to the haptotropism. Hapto means ടച്ച് ആണ്. അപ്പോൾ ടച്ചാണ് അവിടുത്തെ സ്റ്റിമുലസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ വള്ളിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലേ, മീൻസ് പന്തലൊക്കെ ഇട്ട് കൊടുക്കുമ്പം ആ ഒരു വള്ളിയിലൂടെ ടച്ച് ചെയ്തിട്ടാണ് അവരൊക്കെ ആ ഒരു താങ്ങ് അല്ലെങ്കിൽ നമ്മൾ കെട്ടുന്ന ഒരു പന്തലിനോട് ചേർന്നിട്ടായിരിക്കും ആ വള്ളിയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ ഹിയർ ക്ലൈംബേഴ്സ് ഗ്രോ ടുവേർഡ്സ് ആൻഡ് എറൗണ്ട് എ സപ്പോർട്ട്. അപ്പോൾ അവിടെ ഒരു ടച്ച് ഉണ്ട്, ആ ടച്ചിൻ്റെ ഭാഗത്തേക്കാണ് അവിടെ ക്ലൈംബേഴ്സൊക്കെ മൂവ് ചെയ്യുന്നത് അല്ലേ. ഹിയർ ക്ലൈംബേഴ്സ് ഗ്രോ ടുവേർഡ്സ് ദി ആൻഡ് എറൗണ്ട് എ സപ്പോർട്ട്. ഒരു സപ്പോർട്ട് ഉണ്ട്, ടച്ച് ഉണ്ട്, ആ ഭാഗത്തേക്കാണ് ക്ലൈംബേഴ്സ് അവിടെ മൂവ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഹാപ്റ്റോട്രോപ്പിസം ഓർ ഹാപ്റ്റോട്രോപ്പിക് മൂവ്മെൻറ്റ്. അടുത്തതാണ് ഹൈഡ്രോട്രോപ്പിസം അല്ലെങ്കിൽ ഹൈഡ്രോട്രോപ്പിക് മൂവ്മെൻറ്റ്. നമുക്കറിയാം ഹൈഡ്രോ എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ മീനിങ് വാട്ടർ ആണല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ സൈഡിലേക്ക് ഉള്ള മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ ചെടിയൊക്കെ ഇട്ടേക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ആ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് റൂട്ട്സൊക്കെ വലുതാവുന്നതിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ
സ്റ്റെം ഗ്രോസ് എവേ ഫ്രം വാട്ടർ. നമുക്കറിയുന്ന കാര്യമാണ് സ്റ്റെം അതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലേ. സോ ഹിയർ സ്റ്റെം ഷോസ് എ നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസം. നെഗറ്റീവാണ് സ്റ്റെമ്മിന് അവിടെ ഉള്ളത്. ദെൻ റൂട്ട്സ് ഗ്രോ ടുവാർഡ്സ് ദി വാട്ടർ. അപ്പോൾ അവിടെ റൂട്ട്സ് ഷോ എ പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം. മനസ്സിലായോ? അപ്പോൾ ഹൈഡ്രോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വാട്ടറാണ്. അതിൽ സ്റ്റെമ്മ് നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ സ്റ്റെമ്മ് വാട്ടറിൻ്റെ അടുത്തുനിന്ന് വിട്ടിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ സ്റ്റെം ഗ്രോസ് എവേ ഫ്രം ദി വാട്ടർ ആൻഡ് ഇറ്റ് ഷോസ് എ നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിക് മൂവ്മെൻറ്റ്. Then what about the roots? Roots are growing towards the water. That means positive hydrotropic movement. Okay. Then final ആണ് ലാസ്റ്റ് ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ് കീമോട്രോപ്പിസം. കീമോട്രോപ്പിസം എന്ന് പറയുമ്പോൾ നമുക്കറിയുന്ന മാതിരി ഒരു കെമിക്കൽ അല്ലെ, ഒരു കെമിക്കലിൻ്റെ പ്രസൻസിലേക്ക് മൂവ് ചെയ്യുക. സർട്ടൻ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓവറി ഹെൽപ്പ് ദി ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് ടുവേർഡ്സ് ദി ഓവറി. അതായത് നമുക്കറിയാം ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് പോളിനേഷൻ അവിടെ നമ്മൾ പോളിനേറ്റിംഗ് ആ എന്താ പറയുക, പോളൻ വന്ന് വീഴുന്ന ആ സ്ഥലത്തുനിന്ന് പോളൻ ട്യൂബ് വലുതായിട്ട് ഓവറിലെത്തണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഓവറിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അപ്പോൾ അവിടെ ആ ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാൻ ഓവർ ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിൻ്റെ ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റാണ് പോളൻസ് നടക്കുന്നുണ്ട് അല്ലേ. പോളൻ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോളൻ ട്യൂബ് വലുതാവണം. അപ്പോൾ പോളൻ ട്യൂബ് ഇങ്ങനെ വലുതാവാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള കാരണം കെമിക്കൽസ് ആണ്. സം കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓവറി. സോ ദിസ് ഓൾ അബൌട്ട് ദി വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാന്റ് മൂവ്മെൻറ്റ് അല്ലേ. ഏതൊക്കെയാണ്? കീമോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, ജിയോട്രോപ്പിസം ആൻഡ് ഫൈനലി ഫോട്ടോട്രോപ്പിസം. അപ്പോൾ ഇവിടെ ഡു യു സീ എ റിലേഷൻ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്? അതായത് സ്റ്റിമുലസിൻ്റെ ഭാഗത്തേക്ക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലേ. പിന്നെ സ്റ്റിമുലസിൻ്റെ എഗെയിൻസ്റ്റ്, സ്റ്റിമുലസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിമുലസ് ആണ് മെയിൻ. അപ്പോൾ അതുകൊണ്ട് സ്റ്റിമുലസിനുള്ള റെസ്പോൺസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ സ്റ്റിമുലസിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, സ്റ്റിമുലസിന് എവേ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യണം. ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലേ. മൂവ്മെൻറ്റ് ഏതാണ്, സ്റ്റിമുലസ് ഏതാണ്, പിന്നെ ഏത് പ്ലാൻ പാർട്ടാണ് മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് അത് എഗെയിൻസ്റ്റ് ആണോ അല്ലെങ്കിൽ ടുവേർഡ്സ് ആണോ എന്നുള്ളതും കൂടി കൂട്ടി എഴുതുക. പിന്നെ താഴെ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇഫ് ദി ഡയറക്ഷൻ ഓഫ് പ്ലാൻ മൂവ്മെൻറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ഇറ്റ് ഈസ് കോൾഡ് ട്രോപ്പിക് മൂവ്മെൻറ്റ്. അതായത് സ്റ്റിമുലസുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ സ്റ്റിമുലസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൂവ്മെൻറ്റെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ട്രോപ്പിക് മൂവ്മെൻറ്റ്. എന്നാൽ ഒരു അടുത്ത ടൈപ്പ് മൂവ്മെൻ്റ് ആണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. അവിടെ അത് വെച്ചാൽ എങ്ങനെയാണ്? ഇഫ് ദി ഡയറക്ഷൻ ഓഫ് പ്ലാൻ മൂവ്മെൻറ്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സ്റ്റിമുലസ് ദാറ്റ് ഈസ് കോൾഡ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. അപ്പോൾ സ്റ്റിമുലസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മൂവ്മെൻ്റ് ആണെങ്കിൽ അതാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ടച്ച് മീ നോട്ട്. ടച്ച് മീ നോട്ടിൽ അല്ലെങ്കിൽ മൈമോസ, അത് സെയിം ഒന്ന് തന്നെയാണ് കേട്ടോ. തൊട്ടാവാടിൻ്റെ വേറൊരു പേരാണ് മൈമോസ, ടച്ച് മീ നോട്ട്. അപ്പോൾ അവരിൽ കാണുന്ന മൂവ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ഡയറക്ഷൻ ഓഫ് ദി പ്ലാന്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സ്റ്റിമുലസ്. അപ്പോൾ സ്റ്റിമുലസുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് എത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിലെ പ്ലാൻ മൂവ്മെൻറ്റ് എന്ന പാർട്ട് ഫിനിഷ്ഡായി.